ഞാൻ ഇന്നലെ മുതൽ വരുന്ന റിപ്പോർട്ട്സ് എല്ലാ രാജ്യങ്ങളുടെയും ഇൻക്ലൂഡിംഗ് യുണൈറ്റഡ് നേഷൻസിന്റെ സ്റ്റേറ്റ്മെന്റ്സ് ഞാൻ കണ്ടിരുന്നു. എല്ലാം നമ്മളുടെ ഫേവറിലാണ്. ഇൻഫാക്ട് ഓസ്ട്രേലിയയുടെ സ്കൈ ന്യൂസിനോട് പാകിസ്ഥാന്റെ ഇൻഫർമേഷൻ ബ്രോഡ്കാസ്റ്റിംഗ് മിനിസ്റ്ററിന്റെ ഇന്റർവ്യൂവിൽ അദ്ദേഹം വളരെയധികം ഈ പാകിസ്ഥാൻ സാധാരണ പറയുന്ന കള്ളങ്ങൾ പറയാൻ ശ്രമിച്ചു. അതെല്ലാം അവർ അന്നേരം തന്നെ ഫാക്ട് ചെക്ക് ചെയ്തു. അതിനെ ഒപ്പോസ് ചെയ്ത് വരുമ്പോൾ അത് നിങ്ങൾ പറയുന്നതുമായി ഞങ്ങൾ വിശ്വസിക്കുന്നില്ല എന്ന് പറഞ്ഞു. അപ്പൊ കൃത്യമായിട്ട് കംപ്ലീറ്റ് ആയിട്ടും ലോകത്തിന്റെ സപ്പോർട്ട് ഇന്ത്യയുടെ കൂടെയാണ്, ഡിപ്ലോമാറ്റിക് സപ്പോർട്ട്. നമ്മളിപ്പോൾ നമ്മൾക്ക് ചെയ്യാനുള്ളത് നമ്മൾ ചെയ്തു കഴിഞ്ഞു. 2 ആഴ്ച എടുത്തു അത് ചെയ്തു. അവർ തിരിച്ചെന്തെങ്കിലും ചെയ്യുമെന്നുള്ളത് അവർക്ക് അനിവാര്യമാണ്. അല്ലെങ്കിൽ പാകിസ്ഥാന്റെ ആർമിയുടെ അത് നിലനിൽക്കുന്നത് തന്നെ അതൊരു പ്രശ്നമാണ്. അത് കാരണം അതിനെ ചെറുത്ത് നിൽക്കുക. കാര്യം അത് എന്തായാലും ഉണ്ടാവും. അത് കഴിഞ്ഞിട്ട് ഉണ്ടാവുന്ന നമ്മുടെ 3, 4, 5 സ്റ്റെപ്പ് നമ്മൾ ഓൾറെഡി തീരുമാനിച്ചു കാണും. അത് അവർക്ക് കൃത്യമായി അറിയാം. ഇപ്പൊ ചെയ്ത ഓപ്പറേഷന്റെ സ്വിഫ്റ്റ്നെസ്സും അതിന്റെ ഇഫക്റ്റീവ്നെസ്സും ഇമ്പാക്റ്റും മനസ്സിലായിക്കൊണ്ട് അവർ എന്റെ അപ്രീസിയേഷനിൽ അവരുടെ ഒരു ഇനിഷ്യൽ സെറ്റ് ബാക്ക്, ഒരു ഫൈറ്റ് ബാക്ക് അല്ലാതെ മുമ്പോട്ട് അവർ പോകാൻ സാധ്യതയില്ല എന്നുള്ളതാണ് വിലയിരുത്തൽ. നമുക്കറിയാം, നേരത്തെ വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്രി വിശദീകരിച്ചു. ഇന്ത്യ ഐക്യരാഷ്ട്ര സഭ പ്രമേയത്തിലൂടെ പറഞ്ഞ അതേ ലൈനിലാണ് കാര്യങ്ങൾ ചെയ്തിട്ടുള്ളത്. 2 തരത്തിലാണ്. ഇന്ത്യക്ക് നേരെ ഉണ്ടായ ഏപ്രിൽ 22 ഭീകരവാദി ആക്രമണം, അപ്പോൾ അതിന്റെ ലോഞ്ച് പാഡുകൾ തകർക്കുക. ഒപ്പം ഇതൊരു പ്രിയംറ്റീവ് സ്ട്രൈക്കാണ്. വീണ്ടും ആക്രമണം നടക്കുന്നു, അതിനെ പ്രതിരോധിക്കാനുള്ള അവകാശം ഇന്ത്യക്കുണ്ട്. അപ്പോൾ ഇതൊരു ഡിറ്ററന്റും പ്രിയംറ്റീവുമാണ് എന്ന് ഇന്ത്യ വിശദീകരിക്കുന്നു. 2 സൈനിക വനിതാ ഉദ്യോഗസ്ഥർ വാമിക സിംഗും സോഫിയ ഖുറേഷിയുമാണ് ഈ ഓപ്പറേഷന്റെ നേച്ചർ വിശദീകരിച്ചത്. 9 ഇടങ്ങളുടെയും ഉപഗ്രഹ ചിത്രങ്ങൾ കാണിച്ച് ഇങ്ങനെയാണ് പ്രിസിഷൻ സ്ട്രൈക്ക് നടത്തിയത് എന്ന് നമ്മോട് വിശദീകരിച്ചത് ലഫ്റ്റനന്റ് കേണൽ സോഫിയ ഖുറേഷിയാണ്. അവർ വളരെ കൃത്യമായി എങ്ങനെയാണ് ആക്രമണം നടത്തിയത് എന്ന് വിശദീകരിക്കുകയുണ്ടായി. എടുത്തു പറഞ്ഞ ഒരു കാര്യം, ഞങ്ങൾ ഒരു സിവിലിയൻ ടാർഗറ്റും വെച്ചിട്ടില്ല. സിവിലിയൻ ടാർഗറ്റുകൾ, അതായത് സാധാരണ ആളുകൾ കൊല്ലപ്പെടുന്നത് ഒഴിവാക്കാനായി വളരെ മെഷേർഡ് ആയിട്ടുള്ള ആക്രമണമാണ് നടത്തിയത് എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം. കൃത്യമായി ഏത് കേന്ദ്രമാണോ ആക്രമിക്കേണ്ടത് ആ കേന്ദ്രങ്ങളുടെ, ഭീകരവാദ കേന്ദ്രങ്ങളുടെ കൃത്യമായ ലൊക്കേഷനിൽ കൃത്യമായ നിലയിൽ ടാർഗറ്റ് ചെയ്തിട്ടുള്ള ആക്രമണമാണ്. അല്ലാതെ പാകിസ്ഥാന്റെ ഭൂഭാഗത്തേക്ക്, പാക് അധീന കാശ്മീരിലെയും പാകിസ്ഥാനിലെയും ഭൂഭാഗത്തേക്ക് ഇൻഡിസ്ക്രിമിനേറ്റ് ആയിട്ട് മിസൈലുകൾ അയക്കുകയല്ല ചെയ്തിട്ടുള്ളത്. മറിച്ച് 21 ടെറർ ക്യാമ്പുകളിൽ 9 ടെറർ ക്യാമ്പുകൾ ഐഡന്റിഫൈ ചെയ്ത് അവിടേക്ക് വളരെ കൃത്യമായി, വളരെ സൂക്ഷ്മമായി, വളരെ ജാഗ്രതയോടുകൂടി ഇന്ത്യയുടെ പരിമിതമായ ലോഡുകളുള്ള അറ്റാക്കിംഗ് മിസൈലുകൾ അവിടെ കൃത്യമായി ആഘാതമേൽപ്പിക്കുകയായിരുന്നു. അങ്ങനെ 9 ടാർഗറ്റുകൾ കണ്ടെത്തിയ 9 ടാർഗറ്റുകളിൽ പ്രിസിഷൻ സ്ട്രൈക്ക് നടത്തുകയായിരുന്നു ഇന്ത്യ എന്നാണ് കൃത്യമായും നേരത്തെ 2 വനിതാ ഉദ്യോഗസ്ഥർ വാമികയും അതുപോലെ തന്നെ സോഫിയയും വിശദീകരിച്ചത്. രാജ്യം ലോകത്തോട് ഇതാണ് ഞങ്ങൾ ചെയ്തത്. ഈ ടെറർ ഇൻഫ്രാസ്ട്രക്ചർ തകർക്കാൻ, പാകിസ്ഥാന്റെ ടെറർ ഇൻഫ്രാസ്ട്രക്ചറിനെ ലക്ഷ്യമിട്ട്, പാകിസ്ഥാനിലെ 9 ടെറർ ഇൻഫ്രാസ്ട്രക്ചറുകളെ ലക്ഷ്യമിട്ട് ഇതാണ് ഞങ്ങൾ ചെയ്തത് എന്നാണ് ഇന്ത്യ നേരത്തെ വിശദീകരിച്ചത്, ഔദ്യോഗികമായി വിശദീകരിച്ചത്. മർക്കസ് സുബനള്ളയും മർക്കസ് തൈബയും സർജലും മെമൂന ജോയിയും മർക്കസ് അഹ്ലെ ഹാദിദും മർക്കസ് അബ്ബാസും മസ്കർ റാഷിൽ ഹാഷിദും ഷവായിൻ അല്ല ക്യാമ്പും സൈദിന ബിലാൽ ക്യാമ്പും അടക്കമുള്ള 9 ടാർഗറ്റുകളെ എങ്ങനെയാണ് ഇന്ത്യ ലക്ഷ്യം വെച്ചത് എന്ന് വളരെ കൃത്യമായി സമഗ്രമായി ലോകത്തോട് തന്നെ ഇന്ത്യ വിളിച്ചു പറയുകയും ചെയ്തു. ഇപ്പോൾ ജെയ്ഷെ മുഹമ്മദ് തലവൻ മസൂദ് അസറിന്റെ സഹോദരി ഭർത്താവും കൊല്ലപ്പെട്ടു. നേരത്തെ ജ്യേഷ്ഠ സഹോദരി കൊല്ലപ്പെട്ടു എന്ന വിവരമാണ് പുറത്തു വന്നതെങ്കിൽ ജെയ്ഷെ തലവൻ മസൂദ് അസറിന്റെ ജ്യേഷ്ഠ സഹോദരി മാത്രമല്ല ഭർത്താവും മറ്റ് കുടുംബാംഗങ്ങളും കൊല്ലപ്പെട്ടു എന്ന വിവരമാണ് ഇപ്പോൾ പി ബസന്ത് ഡൽഹിയിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്നത്. അതിനൊപ്പം തന്നെ ഇന്ത്യയുടെ മുതിർന്ന നയതന്ത്ര ഉദ്യോഗസ്ഥനെ വിളിച്ചു വരുത്തി പാകിസ്ഥാൻ പ്രതിഷേധമറിയിച്ചു. അതൊരു സ്വാഭാവികമായ നടപടിയാണ്. ഇസ്ലാമാബാദിൽ ബസന്ത് തുടർന്ന് ബസന്ത് മന്ത്രിസഭാ യോഗം തുടങ്ങിയിരിക്കുന്നു. ഒരു നിമിഷം, അർജുൻ പീതാംബനാണ് നമുക്കൊപ്പം ചേർന്ന്. അർജുൻ, ഇപ്പോൾ മന്ത്രിസഭാ യോഗം ചേരുകയാണ്. അടുത്ത സ്റ്റെപ്പ് എന്താണ് എന്നതാണ് എല്ലാവരും ആകാംക്ഷാപൂർവ്വം ഉറ്റുനോക്കുന്നത്. ഇന്ത്യയുടെ കരുത്തിന്റെ കാര്യത്തിൽ പാകിസ്ഥാനും ലോക രാജ്യങ്ങൾക്കും ഒരു തരത്തിലുള്ള സംശയമില്ല. അതാണ് അഭിലാഷ് വിശദീകരിച്ചതുപോലെ ഓരോ ടാർഗറ്റും കൃത്യമായ എയിമിൽ, ആ ലക്ഷ്യത്തെ കൃത്യമായി പതിപ്പിക്കുന്ന ദൃശ്യങ്ങൾ ഉൾപ്പെടെ പുറത്തുവിട്ടുകൊണ്ട് ലോകത്തോടും പാകിസ്ഥാനോടും ഭീകരവാദി സംഘടനകളോടും നമ്മൾ വിളിച്ചു പറയുന്നതും. ഈ നമ്മുടെ പ്രത്യാക്രമണത്തിന് തൊട്ടു പിന്നാലെ പാകിസ്ഥാന്റെ പ്രകോപനം നമ്മുടെ സിവിലിയൻ മേഖലയിലും ഉണ്ടായിരുന്നു. ഇപ്പോൾ അതിർത്തിയിലെ സ്ഥിതി എന്താണ്? അതിർത്തിയിലെ സ്ഥിതി കൂടുതൽ വഷളാകുന്നുണ്ടോ, അതോ ആദ്യം പാകിസ്ഥാന്റെ ഭാഗത്തുണ്ടായ പ്രകോപനം അത് നമ്മുടെ കനത്ത തിരിച്ചടിയിൽ അവസാനിക്കുകയാണോ, പത്തി മടക്കുകയാണോ? മന്ത്രിസഭാ യോഗത്തിന്റെയും ഉപസമിതി യോഗത്തിന്റെയും വിവരങ്ങൾ എന്താണ്? പാകിസ്ഥാന്റെ ഭാഗത്തു നിന്നും തുടങ്ങിയ പ്രകോപനം, ആ വെടിനിർത്തൽ കരാർ ലംഘനം ഇപ്പോൾ അവസാനിച്ചിട്ടുണ്ടോ എന്നുള്ള കാര്യത്തിൽ വ്യക്തതയില്ല. ഇപ്പോഴും ആ ഭാഗങ്ങളിൽ ഷെല്ലിംഗ് നടക്കുന്നുണ്ട്, വെടിയുതിർക്കുന്നുണ്ട് എന്നുള്ള കാര്യം തന്നെയാണ് മനസ്സിലാകുന്നത്. പക്ഷേ ഇതിനോടകം തന്നെ ഇന്ത്യ, പ്രത്യേകിച്ചും ജമ്മു കാശ്മീരിലെ സർക്കാരും ഭരണകൂടവും സൈനികരും ഇടപെട്ട് അവിടെ
നേരിട്ട് ഈ വെടിവെപ്പുമായി എക്സ്പോസ് ആകുന്ന ആളുകളെ സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറ്റിയിരിക്കുന്നു. ബങ്കറുകളടക്കം സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറ്റിയിരിക്കുന്നു. ഇനി അതുമല്ല, അടിയന്തര ഒഴിപ്പിക്കൽ, പരിക്കേറ്റവരെ അടക്കം അടിയന്തരമായി ഒഴിപ്പിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ അവിടെ ആംബുലൻസുകളും ഫയർഫോഴ്സുകളും അതിനോടൊപ്പം സൈനിക വാഹനങ്ങളും സജ്ജമാണ് എന്നുള്ള കാര്യം ഒമർ അബ്ദുള്ള ജമ്മു കാശ്മീർ മുഖ്യമന്ത്രി വ്യക്തമാക്കിയിരിക്കുന്നു. ആശുപത്രികൾ സജ്ജമാണ്. ബ്ലഡ് ബാങ്ക് അടക്കമുള്ള എല്ലാ സൗകര്യങ്ങളും സജ്ജീകരണങ്ങളും തയ്യാറാക്കി വച്ചിരിക്കുന്നു. അതായത് അതിർത്തിയിൽ ഒരു അടിയന്തര ഘട്ടത്തെ നേരിടാൻ വേണ്ടി എല്ലാ തലത്തിലും നമ്മുടെ സൈന്യം മാത്രമല്ല, ആ ഭരണകൂടം പോലും തയ്യാറായി നിൽക്കുന്ന ഒരു കാഴ്ചയാണ്. ഒപ്പം തന്നെ അവശ്യ സാധനങ്ങൾക്ക് ഒരു കുറവുമില്ല എന്നുള്ള കാര്യം കൂടി വ്യക്തമാക്കിയിട്ടുണ്ട് ഈ ഒരു ഘട്ടത്തിൽ. ഇനി അറിയാനുള്ളത് മന്ത്രിസഭാ യോഗത്തിന് ശേഷം ഉണ്ടാകാൻ പോകുന്ന നടപടികൾ. ഇതിനോടകം തന്നെ സൈനിക തലത്തിൽ നയതന്ത്ര തലത്തിൽ നടപടി എടുത്തു കഴിഞ്ഞു. സൈനികർക്ക് പൂർണ്ണ സ്വാതന്ത്ര്യം നൽകിയിട്ടാണ് ഈ തിരിച്ചടി ഉണ്ടായിരിക്കുന്നത്. പാകിസ്ഥാന്റെ ഭാഗത്തുനിന്നും തിരിച്ചടി ഉണ്ടാകും എന്നുള്ള ഒരു മുന്നൊരുക്കത്തോടു കൂടി പാകിസ്ഥാന്റെ ഭാഗത്തു നിന്നുള്ള തിരിച്ചടി പ്രതീക്ഷിക്കുന്നുണ്ട്. അതിനുള്ള തയ്യാറെടുപ്പ് നടത്തിയിട്ടുണ്ട്.